പക്ഷെ ഇതൊരു അവാർഡ് സിനിമയല്ല കേട്ടോ. ഇപ്പൊ അവാർഡുകൾ കിട്ടി എന്ന് പറയുമ്പോൾ സോക്കോൾഡ് ടാഗില് നമ്മൾ ഒരു ടാഗിൽ പെടുന്ന സിനിമയല്ല. വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ നമ്മളിത് തിയേറ്ററിലേക്ക് ഇത്ര ഒരു അറ്റംപ്റ്റിന് ശ്രമിക്കില്ലായിരുന്നു. എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അത്. അറിയാലോ സോഷ്യൽ മീഡിയ ഏത് തരത്തിൽ അതിനെ നല്ലതായിട്ടും ചീത്തയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. യൂട്യൂബ് ഷിക ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ്. എന്തൊക്കെയാണ് ആ ചാനലിൽ പറയാറുള്ളത്? ചാനൽ ഇൻഫോർമേറ്റീവ് ടൈപ്പാ. ഈ ആംഫിബിയൻസ്, യങ് വൺസ് ഇൻ ദ ഷെൽട്ടർ, അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ടൈപ്പാണ്. നായികാവോ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്താണ് ഞാൻ പറഞ്ഞു, ഇതില് മമതയെ കാസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ചോദിച്ചാണ് മമതേനെ മനഃപൂർവ്വം കട്ടിപ്പിച്ചതല്ലേ പ്രൊഡ്യൂസർ ആയതാണ്. അതെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും പുരുഷ വിരുദ്ധതയായി മാറാറുണ്ട്. ഈ ഒരു സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും വിവാദങ്ങൾ വരുമോ? പുരുഷ വിരുദ്ധത എന്ന് പറഞ്ഞാല് ഈ സിനിമ ബേസിക്കലി പറയുന്നത് സ്ത്രീ പക്ഷ സിനിമ എന്നുള്ളത് കൂടുതൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ള സിനിമയാണിത്. ബട്ടർഫ്ലൈ ഗേൾ 85 ഒരുപാട് നാളുകൾക്ക് ശേഷം സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകനും താരങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് സംവിധായകൻ തുടങ്ങാം. അങ്ങനെ സിനിമ കുറെ അവാർഡുകളൊക്കെ വരി കൂട്ടി ഇപ്പൊ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അതെ, മാർച്ച് 6 സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ ഒരു ജേണി ഇങ്ങനെ പോകുന്നു എന്ന് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു 2021 തുടങ്ങിയതാണ്. നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയത് ആക്ച്വലി സെക്കൻഡ് കോവിഡ് ആ ഒരു ടൈമിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഒരു ബ്രേക്കിന് ശേഷമാണ് ബാക്കി ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ ചെയ്തത്. കാരണം ആ സമയത്ത് പിന്നെ ഷൂട്ടിംഗ് തീരെ അലോഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഷെഡ്യൂൾ സെപ്പറേറ്റ് ആണ് ചെയ്തത്, തിരുപ്പൂർ ഷെഡ്യൂൾ ചെയ്തത്. പിന്നീട് കൊച്ചി ഷെഡ്യൂൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. പല സമയങ്ങളിലായിട്ടാണ് ബുദ്ധിപരമായിട്ടാണ് ചെയ്തത്. കാരണം ആ സമയത്ത് നമുക്ക് പ്രോപ്പർ ഒരു ഷൂട്ടിംഗ് രീതി നമുക്ക് അവലംബിക്കാൻ പറ്റില്ല. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളത് ചെയ്തു തീർത്തത്. അതിനുശേഷം പിന്നീട് ഫെസ്റ്റിവൽസിൽ പോയി ഇപ്പം ഒരു ഫസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്നത് ബോളിവുഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു ബോംബെയില്. അന്നാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് യശ്പാൽ ശർമ്മ അങ്ങനെയുള്ള ബോളിവുഡിലെ ഒരു താരനിര സംഘടിപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു നാഷണൽ ഫെസ്റ്റിവലാണ്. അപ്പൊ അതിൽ നമുക്ക് ബെസ്റ്റ് സെക്കൻഡ് ഫിലിമും ബെസ്റ്റ് ആക്ട്രസും 2 അവാർഡ്സാണ് കിട്ടിയത്. അന്ന് തുടങ്ങിയ നമുക്ക് അവാർഡിന്റെ നമുക്കൊരു 48 അവാർഡ്സോളം സിനിമയ്ക്ക് നേടി തന്നിട്ടുണ്ട്. അത് ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും ഉള്ള അവാർഡുകൾ സിനിമയ്ക്ക് കിട്ടി. പക്ഷെ ഇതൊരു അവാർഡ് സിനിമയല്ല കേട്ടോ. ഇപ്പൊ അവാർഡുകൾ കിട്ടി എന്ന് പറയുമ്പോൾ സോക്കോൾഡ് ടാഗില് നമ്മൾ ഒരു ടാഗിൽ പെടുന്ന സിനിമയല്ല. വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ നമ്മളിത് തിയേറ്ററിലേക്ക് ഇത്ര ഒരു അറ്റംപ്റ്റിന് ശ്രമിക്കില്ലായിരുന്നു. പാട്ടുകളുള്ള സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് പ്രസക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയയും അതിന്റെ ഇൻഫ്ലുവൻസും ഒക്കെ പ്രമേയമായിട്ട് വരുന്ന ഒരു സിനിമയാണ്. ഇതിന് കുറെ ആളുകളുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വളരെ പ്രശസ്തമായി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവാർഡുകൾ പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് അല്ലെ? എന്താണ് ഈ ഒരു സിനിമയുടെ ഭാഗം? എനിക്കൂടെ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമ കൂടിയാണ്. എങ്ങനെയാണ് ഈ സിനിമയുടെ റോൾ? എന്താണ് ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെ എത്തി? ഇതില് ഞാൻ ഈ പറഞ്ഞ നായികയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, നായികക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ എല്ലാവർക്കും അവരവരുടേതായ പേരാണ് ഈ പടത്തില്. അങ്ങനെ അവരവരുടെ സ്വന്തം പേരാണ്. എന്റെ പേരെവിടെയും പറയുന്നില്ലെങ്കിൽ പോലും ഷിൻസ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതില് എന്താ പറയാ, ഇതിലൊരു മറ്റേ സ്ക്രാപ്പൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു ഓണർ ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മളുടെ ഒരു സൗഹൃദ വലയത്തിലുണ്ടായ ഒരു സിനിമ. അപ്പോൾ നമ്മൾക്ക് ചുറ്റും ഒരു സിനിമ ചെയ്യുന്ന ഒരു രീതിയിലല്ലാതെ വളരെ
നമുക്കിഷ്ടമുള്ള ആൾക്കാർ കൂടെ നിന്ന് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്കൊന്നും പ്രശാന്ത് മാത്രമാണ് ഞാൻ ആ സമയത്ത് പരിചയപ്പെടുന്നത് അല്ലേ, ബാക്കി എല്ലാവരും അടുത്ത് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് അധികം വേറെ താരനിരകളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ചിത്രമാണ്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അതിനെ എടുത്തു കാണിക്കുന്ന ഒരു ചിത്രമാണ്, എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. അത് അറിയാലോ, സോഷ്യൽ മീഡിയ ഏത് തരത്തിൽ അതിനെ നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതുവഴി ഒരു സ്ത്രീക്കാണ് അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്നൊരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് അങ്ങനെ പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. എനിക്ക് അങ്ങനെ സർക്കാരും ഇത് അറിഞ്ഞിട്ടാണ് ഇതിന്റെ ടാക്സ് ഒക്കെ കുറച്ചിട്ടൊക്കെയാണ് ഇത് തിയേറ്ററിൽ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇപ്പം ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തേണ്ട സിനിമയാണ് എന്നുള്ള അതെങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റി, എങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു സാധ്യതയെ പറ്റി ആലോചിച്ചിരുന്നു. ആലോചിച്ച് നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ അവര് അപ്രൂവ് സിനിമ കണ്ടിട്ട് തന്നെ ഇനീഷ്യൽ സിനിമ അത് ആരാണ് ഞാൻ ചോദിച്ചത്, സെൻസർ ബോർഡിൽ അങ്ങനെ ആരാണ് KSFDC കണ്ടിട്ട്? പിന്നെ ഗവൺമെന്റ് തലത്തിലും ഉണ്ട്. കുട്ടി താരമാണ്, എന്താ പേര്? കൃഷ്ണ. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഇറങ്ങിയ പോസ്റ്റർ മുതൽ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മുഖമാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്ത് ധന്യയുടെ കുട്ടിക്കാലം ചെയ്യുന്നു, ധന്യയുടെ അനിയത്തിയുടെ മകളുമാണ് അല്ലെ? എങ്ങനെയാണ്, എന്തായിരുന്നു ഇതിന്റെ എത്ര ദിവസം ഷൂട്ട് ചെയ്തു? ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കണത് എന്ത് തോന്നി അഭിനയിക്കാൻ പോയപ്പോ? നല്ല രസമായിരുന്നു അഭിനയിക്കാൻ. പിന്നെ സിനിമയുടെ കുറച്ച് ആഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആള് നിസ്സാരക്കാരിയല്ല അല്ലേ? എങ്ങനെയാ ആളിലേക്ക് എത്തിയത്? എങ്ങനെയാ ഞാൻ ചോദിച്ചാൽ അത് ഇങ്ങനെ ആലോചിച്ച് വന്ന സമയത്ത് തന്നെ തിരുപ്പൂര് ഷെഡ്യൂൾ ആണല്ലോ. തിരുപ്പൂര് ബ്രേക്ക് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഇനിയുള്ള ഷെഡ്യൂളിൽ ഈ കുട്ടി എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പല കുട്ടികളെ നോക്കി, നമ്മൾ നേരിട്ട് കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു, പേരൻസുമായിട്ട് സംസാരിച്ചു, അങ്ങനെ പല രീതികളിൽ നമ്മൾ നോക്കി. 3-4 കുട്ടികളെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതില് ഇപ്പം ശ്രീധന്യമായിട്ട് നമുക്ക് രൂപസാദൃശ്യമുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ആക്ട് ചെയ്യാം, ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾക്കത് അങ്ങനെയാണല്ലോ, അവർക്കത് അഭിനയിക്കലാണ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ട ഏജ് ഗ്രൂപ്പും ഈ പറഞ്ഞ 6 to 7 years ആയിരുന്നു നമുക്ക് വേണ്ടത്. 7 years എന്നുള്ളൊരു ഏജാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വരികയും നമ്മൾ ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്ത സമയത്ത് ഇവർ മുംബൈയിലാണ്, ഇഷിക മുംബൈയിലാണ്. അപ്പം പേരൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരവിടെ വന്നിട്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവന്റിൽ വെച്ചിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തപ്പോഴത്തേക്കിനും ഇവള് ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ ഇവളുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഇഷിക ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ്. എന്തൊക്കെയാണ് ആ ചാനലിൽ പറയാറുള്ളത്? ചാനൽ ഇൻഫോർമേറ്റീവ് ടൈപ്പാ. ഈ ആംഫിബിയൻസ്, യങ് വൺസ് ഇൻ ദ ഷെൽട്ടർ, അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ടൈപ്പാണ് ചാനൽ. വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഹോം സ്കൂളിംഗ് ആണ് പറഞ്ഞു ഷികയുടെ അമ്മ പറഞ്ഞു ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര ഐക്യമാണ് ആൾക്ക്. അതെ, ഐക്യു കൂടുതലാണ്. അത് ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ? ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 7 വയസ്സുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആലോചിച്ചു. പക്ഷെ ഇവർക്ക് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുട്ടിക്ക് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ശരിക്കും സിനിമയ്ക്ക് ഗുണപരമാകുന്നത് എത്രത്തോളം ഏജ് കുറയുന്നുവോ അത്രത്തോളം ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കൂടും. അങ്ങനെയാണ് ആ ക്യാരക്ടറിന്റെ ഒരു നിലനിൽപ്പ് സിനിമയിൽ. പക്ഷെ കുട്ടികളെ വെച്ച് ചെയ്തെടുക്കൽ വലിയ പാടാണ്. ഈ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു സന്ദർഭം പറഞ്ഞാലോ ഒരു ക്യാരക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞാലോ അവരുടെ സെൻസിലേക്ക് അത് ഉൾക്കൊള്ളാനും പറ്റില്ല, അവർക്കത് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇഷിക ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നീ ചെയ്യേണ്ടത്. ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു, വാവ് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പം
അത് ചെയ്യുന്നു. അതേത് കുട്ടിയും ചിലപ്പോൾ ചെയ്യുമായിരിക്കും. നമ്മൾ റീടേക്ക് പോകേണ്ട സമയത്ത് കേട്ടോ, ഷിൻസിന് ഇത് അറിയാവുന്ന എനിക്കറിയില്ല. റീടേക്ക് പോകേണ്ട സമയത്ത് ഇപ്പോൾ സെയിം ആക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഇടത് കൈ കൊണ്ടാണ് കൈവച്ചത്, അതായത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം ആള് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആക്ട് എനിക്ക് അധികം എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് പോലും ആള് ചെയ്യും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ആ സമയത്ത് ഈ യൂട്യൂബ് ആൾക്ക് ക്യാമറയുടെ പ്രശ്നങ്ങളൊന്നും അല്ല അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് പോലും അത് ഓർത്ത് വെക്കണം എന്നില്ല, കണ്ടിന്യൂറ്റി ഓർത്ത് വെക്കണം എന്നില്ല, മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സാധനം ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു അത് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരാൾക്ക് ഗിഫ്റ്റഡ് ആയിട്ടും കൂടെ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വയമേ തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ഒരു സാധനമുള്ളൂ. അത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ പോലും മിസ്റ്റേക്ക് അവിടെ വന്നാലേ ഉള്ളൂ നമ്മളത് വീണ്ടും പറഞ്ഞു കൊടുക്കും. പക്ഷെ ആളത് പറഞ്ഞു കൊടുക്കാതെ തന്നെ ചെയ്തു. ഏതാ 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളാണ്. ഇതില് ധന്യ കോസ്റ്റ്യൂം ഡിസൈനറാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ ധന്യോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായി. പ്രശാന്തിന്റെ കഴിഞ്ഞ സിനിമയിൽ മന്ദയായിരുന്നു നായിക. ഈ ഒരു സിനിമത്തിൽ ഇപ്പൊ ധന്യ നായികയെ പ്രൊഡ്യൂസറായി, നായികാവാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്താണ് ഞാൻ പറഞ്ഞു, ഇതില് മന്ദയെ കാസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ ചോദിച്ചാണ്. മന്ദേനെ മനഃപൂർവ്വം കട്ടിപ്പിച്ച് ധന്യ പ്രൊഡ്യൂസർ ആയതാണോ? അതെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതെ ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ. ആക്ച്വലി അങ്ങനെയല്ല. ഈ കഥ എന്റെ മനസ്സിൽ കുറച്ചാളായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഈ ഒരു വിഷയം നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തുമല്ലോ. നമ്മൾ ചില വിഷയങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുമ്പോഴാണ് നമ്മളൊരു കഥ എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുന്നത് തന്നെ. ഏതെങ്കിലും ഇപ്പം ലാൽബാഗ് ആണെങ്കിൽ ഒരു ന്യൂസ്, ഒരു ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ലാൽബാഗിന്റെ ഒരു പ്രമേയമായിട്ട് ആദ്യം നമ്മളെ ട്രിഗർ ചെയ്തത്. അപ്പം കഥയതല്ല, പക്ഷെ സിമിലർ ആയിട്ടുള്ള ഒരു കഥ സംഭവിച്ചു. മലയാളികളായിട്ടുള്ള ദമ്പതികൾക്കിടയിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഭയങ്കര മനസ്സിലായി. കാണാത്തവരുണ്ട്, വളരെ ഞാൻ ഇപ്പോഴും കാണാത്തവരുണ്ടാവും ചിലപ്പോൾ. അതെ അതെ. അപ്പൊ അത് അങ്ങനെ ഒരു അതെനിക്ക് ഒരു സിനിമയാക്കി കൊള്ളാം എന്നൊരു തോന്നൽ വരികയും അതിൽ കൂടെ ഒരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നിടത്താണ് നമ്മളത് പറയുന്നത്. അപ്പം പൈസയാണെങ്കിലും പൈസ എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ തുക എങ്ങനെ മനുഷ്യരുടെ ലൈഫിനെയൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, എനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. ഈ പൈസയുടെ സമയത്ത് അജു തട്ടത്തിന്മലത്തൊക്കെ കഴിഞ്ഞിട്ടുന്ന സമയം അതിനൊരു ഒരു ഈക്വൽ ഇമ്പോർട്ടന്റ് ഒരു ഹീറോ ടൈപ്പ് ഓഫ് റോള് അജു തന്നെ പറയുന്നത്. അപ്പം എനിക്ക് അത് ഹ്യൂമൻ റിലേഷൻഷിപ്സിലെ കോൺഫ്ലിക്ട്സ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ആസ് എ ഫിലിം മേക്കർ, റൈറ്റർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ ഗേളിലേക്ക് വരുമ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെന്തായാലും പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ട് തന്നെ ഈ കഥ ആലോചിച്ച് എനിക്കിത് വളരെ ഒരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സംഗതിയും. പക്ഷെ ഇൻസാദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മനുഷ്യരെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, അല്ലെങ്കിൽ മനുഷ്യരെ അറിയേണ്ട. ആ സമയത്ത് എനിക്ക് സിനിമ ആക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സബ്ജക്റ്റ് മനുഷ്യരെ തിരിച്ചറിയേണ്ട ഒരു സാധനമാണ്. സ്വന്തം ഐഡന്റിറ്റിയെ പറ്റിയുള്ള ഒരു ബോധ്യം എത്രമാത്രം ഒരുവന് വേണം, അല്ല ഒരുവൾക്ക് വേണം എന്നുള്ളത് സ്വയമേ തന്നെ തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് അത് ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട് കോവിഡും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ഷൂട്ടിന് വേണ്ടി. ക്രൂ മുഴുവനും പ്രിപ്പയർഡ് ആയി നമ്മൾ ഷെഡ്യൂൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഷൂട്ട് ഡേറ്റ്സ് ഉൾപ്പെടെ, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ് ഉൾപ്പെടെ നമ്മൾ കൺഫേം ചെയ്ത് ഒരു ഇച്ചിരി വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. മൾട്ടിപ്പിൾ കാസ്റ്റ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സെയിം ആണ്, DOP അനിൽ വിജയ്, സുനീഷ്, നിങ്ങളൊക്കെ ഒരു ഗ്യാങ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ ആ ടീം ഫുള്ള് തന്നെ നമ്മൾ എല്ലാവരും റെഡിയായി. മറ്റ് പ്രൊജക്റ്റുകൾ ഈ ടെക്നീഷ്യൻസിനും ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അവരത് ചെയ്യാതെ നമ്മൾ ചെയ്തേ പറ്റൂ, ഒരു സംഭവം ചെയ്തേ പറ്റൂ. അപ്പം ഇതെല്ലാം കൂടെ വന്നപ്പം സംഭവം എനിക്ക് ഈ സിനിമ ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ആവേശത്തള്ളിച്ച് നമുക്കത് എങ്ങനെയും ഐ ഷുഡ് ഡു സംതിങ് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് വരികയും ഞാൻ ഈ ഒരു തോട്ട് ഞാൻ ബൗൺസ് ചെയ്തു നമ്മുടെ ടീമിൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ചിട്ട്. ഞാൻ ആദ്യം ശ്രീധന്യോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, നമുക്കിത് തൽക്കാലം നമുക്കിതൊന്ന് ചെയ്താലോ, രസമായിരിക്കും, നമുക്കൊരു വലിയ ബഡ്ജറ്റൊന്നും പോകാതെ ചെയ്യാനും പറ്റും, ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ തന്നോട് പറഞ്ഞു, നീ ആ ക്യാരക്ടർ ചെയ്യും,
എന്ന് പറഞ്ഞു. ഈ വേണ്ട നമുക്കൊരു ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ആരെങ്കിലും ഇടാം, ഞാൻ എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ ചെയ്യാം എന്നാണ് തന്നെ ലാൽബാഗിൽ ചെയ്ത പോലെ ലാൽബാഗിലും തന്നെ അതുപോലെ ചെറിയൊരു ക്യാരക്ടറാണല്ലോ അത് ചെയ്തത്. ലാൽബാഗിൽ തീരെ ചെറിയ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതല്ല, നമുക്ക് എന്തായാലും നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് തന്നെ സിനിമയുടെ പിന്നാലെ നിൽക്കുന്നു. അപ്പൊ എന്തായാലും ആ ക്യാരക്ടർ നിനക്ക് കറക്റ്റ് ആക്റ്റാണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വർക്ക് ചെയ്യാം, ആ ക്യാരക്ടറിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് എത്തിയത്. പക്ഷെ പ്രൊഡക്ഷൻ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്തു, അതിന്റെ മറ്റു ഓഫീസ് കാര്യങ്ങൾ എടുത്തു, അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം അതിന് മുന്നേ കഴിഞ്ഞിരുന്നു. ആദ്യം വേറെ പ്രൊജക്ട് പ്രൊജക്ട് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവം. ഇപ്പൊ ആ സിനിമ തുടങ്ങിയ ശേഷം എവിടെ എത്തി ആള് അല്ലേ? ആള് ഇപ്പൊ എത്ര പടമായി ഇപ്പൊ? സത്യം പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം എന്റെ 58ാമത്തെ പടമാണ്. സെഞ്ചുറി കഴിഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സെഞ്ചുറി കഴിഞ്ഞു, ആഘോഷിക്കേണ്ടതാണ്. അതെ അതെ. ഇപ്പൊ മസ്തിഷ്ക മലയാളത്തിലുണ്ട് അല്ലെ? പറഞ്ഞ കൃഷാന്തന്റെ എല്ലാ സിനിമയിലും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വരണ മറ്റേ ആവാസ വ്യൂഹവും പുരുഷപ്രേതം, പിന്നെ പോലീസുകാരുടെ അഭിനയിച്ച കേരള ക്രൈം ഫയലില് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷിൻസിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതെങ്ങനെ ഞാൻ ചോദിച്ച പോലീസുകാരനായിട്ട് ഞാൻ ചോദിച്ച പൊതുവെ ഒരു രൂപമൊക്കെ വെച്ച് ആളുകൾ കാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റൂമുണ്ട്, അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പോലീസോ എന്ന് ചോദിച്ചില്ലേ? ഞാനത് വേറെ ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പോലീസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ടെന്നും വയറുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ അത് ഞാൻ എന്നെ ഈ പോലീസ് കോൺസ്റ്റബിളായിട്ട് കാസ്റ്റ് ഞാൻ അഹമ്മദിനോട് പറഞ്ഞൊരു കാര്യം അതാണ്. അപ്പോൾ എനിക്ക് ഈ ഷൂട്ട് തുടങ്ങുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അജു ഒരു ദിവസം ഷൂട്ട് തുടങ്ങിയിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു ട്രാഫിക് പോലീസുകാരൻ ഇങ്ങനെ വണ്ടി നിയന്ത്രിക്കുന്ന സമയത്ത് പുള്ളി അയാളുടെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ചേട്ടൻ ഈ ആളൊന്നും നോക്കണം, സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഈ സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്, CPO സീനിയറാണ്. ഇയാള് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എല്ലാ ഈ ഊടായ്പകളും അറിയാവുന്ന പഠിച്ച കള്ളൻ, പഠിച്ച പോലീസ്, അത്രയ്ക്ക് സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ ആ ഒരു ഇത് എല്ലാം കൊണ്ട് ഒത്തിറങ്ങി വന്നു എന്നല്ല. പക്ഷെ പിന്നീട് അതിനുശേഷം കുറെ പോലീസ് വേഷങ്ങൾ ഞാൻ ചെയ്തു. 58 പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു 25-30 ഞാനും പ്രതീക്ഷിച്ചു. അപ്പൊ എന്തായാലും ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിരുന്നോ ഡയറക്ടർ? പറഞ്ഞ അതിന്റെ ആവശ്യം വന്നിട്ടില്ല അല്ലെ? എനിക്ക് തോന്നുന്നു പ്രൊഫഷണലായിരുന്നു. അപ്പൊ എന്തായാലും സംഭവം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ കുറെ അവാർഡുകളും വാരി കൂട്ടി. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയാണ്. സാധാരണ ജനങ്ങൾ ഇനിയാണ് സിനിമയുടെ വിധി എഴുതേണ്ടത്. പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പുരസ്കാരം ജനങ്ങളുടേതാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു പ്രൊജക്ട് ഞാൻ ചോദിച്ചാൽ ഇതേ ഒരു ടീമിനെ വെച്ചാണോ വലിയ എങ്ങനെയാണ് അടുത്തൊരു സാധനം പ്ലാനിങ്? ബിഗ് ആണ്, കുറച്ചുകൂടെ ബിഗ്ഗർ പ്രൊജക്റ്റ് ആണ് അത്. എന്റെ സംസാരങ്ങൾ ഫൈനൽ അവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. 2 പ്രൊജക്ട്സ് ഉണ്ട്. ഒരെണ്ണം ഒരു വെബ് സീരീസ് ആണ്, ഒരെണ്ണം ഒരു ഫിലിം. അടിപൊളിയാവട്ടെ. അതായത് ഓഡിയൻസിനോട് എന്താ പറയണ്ട, March 8 വിമൻസ് ഡേയും കൂടിയാണ്. ഡയറക്ടർ തന്നെ കൂടി March 8 വിമൻസ് ഡേ, March 6 നമ്മുടെ സിനിമ ഇറങ്ങുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ ഗേൾ 85 March 6 അതായത് March 8 വുമൻസ് ഡേ ആണ്. ആ വുമൻസ് ഡേയുടെ പ്രാധാന്യത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡേറ്റ് ഡെലിബറേറ്റ്ലി എടുത്തതാണ്. കാരണം സ്ത്രീക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള, സ്ത്രീകൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത്. പെണ്ണുങ്ങളെ, നിങ്ങളുടെ സിനിമയാണത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം കൂടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും പുരുഷ വിരുദ്ധതയായി മാറാറുണ്ട്. ഈ ഒരു സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും വിവാദങ്ങൾ വരുമോ, പേടിയുണ്ടോ? ഇല്ലില്ല, ഉദ്ദേശം മനസ്സിലായല്ലോ. മനസ്സിലായി. പുരുഷ വിരുദ്ധത എന്ന് പറഞ്ഞാല് ഈ സിനിമ ബേസിക്കലി പറയുന്നത് സ്ത്രീ പക്ഷ സിനിമ എന്നുള്ളത് കൂടുതൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ള സിനിമയാണിത്. അതിൽ തന്നെയും ഞാനിപ്പോ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുറച്ച്. കാരണം സിനിമയിൽ അവനവനെ തന്നെ തിരിച്ചറിയുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ എംപവർമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവളുടെ ഒരു കഴിവിനെയും അവളുടെ ഒരു സ്വത്വത്തെയും അവൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയും ഒക്കെ എത്രമാത്രം എനിക്കുണ്ട്, ഞാൻ എത്രമാത്രം കേപ്പബിൾ ആണെന്ന്
ഇന്നത്തെ സൊസൈറ്റിയിൽ തിരിച്ചറിയുന്നിടത്ത് തന്നെ അവള് എംപവേർഡ് ആയി. അവൾക്ക് അത് ഒരുപാട് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് തന്നെ ഭയങ്കര എംപവറിംഗ് ആണ്. അല്ലാതെ ഭയങ്കര ഇപ്പം പോലീസിൽ ഒരു ഉയർന്ന മേധാവിയായി മാറുന്നത് സ്ത്രീ ശാക്തീകരണമാണെന്നോ അല്ലെങ്കിൽ ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണെന്നോ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, അതുമാണ്. സാധാരണ മനുഷ്യരെല്ലാം ശാക്തീകരിക്കപ്പെടുകയല്ലേ. ഇപ്പം ഒരു സാധാരണ വീട്ടമ്മ, ആ സാധാരണ വീട്ടമ്മ പോലും ഒരു ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ, ഒരു വ്ളോഗ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എത്രയോ വീട്ടമ്മമാരുണ്ട്, സാധാരണ വീട്ടമ്മ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കിനും അത് തന്നെ അവരെ എംപവർ ചെയ്യുക. എംപവർമെന്റ് ആണ്. അപ്പം എന്ന് പറഞ്ഞ മാതിരി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുമായിട്ട് 4 മതിലുകൾക്കപ്പുറം അല്ലെങ്കിൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പുറത്തേക്ക് പറക്കാനുള്ള വിങ്സ് കൂടിയായിട്ട് നമ്മുടെ സിനിമ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇഷിക അല്ലെ, ഇഷിക ഇനി അഭിനയിക്കോ? ചാൻസ് കിട്ടുകയാണെങ്കിൽ പിന്നെ അല്ല പൊളി, ഒന്നും പറയാനില്ല. കൂടെ കൂട്ടാൻ അസിസ്റ്റന്റ് ആയിട്ടല്ലേ, ബെസ്റ്റ് അസോസിയേറ്റ് കൂടുന്നോ? കൂടും. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒന്ന് ആലോചിക്കുക. അപ്പൊ എന്തായാലും 58 നമുക്ക് 100 പെട്ടെന്ന് തികയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം അല്ലെ. ഓക്കെ.